നമ്മള് ബിന്ദുവിന്റെ വീട്ടിലെത്തിക്കണു കേട്ടാ, തപ്പിത്തെരഞ്ഞ്. ഐശിനെടുത്തു. ഞങ്ങള് പെട്ടെന്നുള്ള ഒരു വരവ് വന്നില്ലേ? ഏനുണ്ട് വിചാരിക്കാത്ത വരും, ഇങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. ഞാൻ വരുന്ന അറിയില്ലേ, അപ്പൊ മനസ്സിലാക്കി കൂടല്ലേ? അതാ നമ്മള് ബിന്ദുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ കണ്ടില്ലേ, നമ്മൾ പെട്ടെന്ന് വന്ന കാരണം അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബിന്ദു രവിൻ്റെ വീട്. അപ്പോൾ അതാ എല്ലാവരും കണ്ടോളി കേട്ടാ. ഇതാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വരണമെന്ന് വിചാരിച്ചിട്ട് നിന്നത് തന്നെയായിരുന്നു. ആദ്യമായിട്ട് കയറി വന്നൊക്കെയാണ് അല്ലേ ബിന്ദു? കുട്ടി ആദ്യമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ കയറി വരുന്നത് കേട്ടാ. എന്നാ മധുരം കൊടുത്തോവേ. നമ്മളെ രവിയേട്ടൻ്റെ ഫോട്ടോ ആണ് കേട്ടാ. പാവം, ഈ വീട്ടിൽ പാർക്കാനുള്ള യോഗമില്ല. ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ വരുന്നതിനൊക്കെ ഭയങ്കര സന്തോഷമായി കാരട്ടാ. എന്തായാലും കുറേ വരണമെന്ന് വിചാരിച്ച് നിന്നത് തന്നെ ഇന്ന് ഓളുകൊണ്ട് പോകുന്നതിന് ശേഷം ദേവാലയെന്ന് പിന്നെ വരാനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല. ശരി, ഏതായാലും ഇപ്പം ഇങ്ങനെ വന്ന കാരണം ഏതായാലും പോണ വഴി തന്നെയല്ലേ, അപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ് കേട്ടാ. ഇതൊരു ബെഡ്റൂമാണ്, അറ്റാച്ച് ബാത്റൂം. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ശരി, ഏതായാലും ഇപ്പോൾ നമ്മളെ ദേവാലയം എല്ലാവരും ഇപ്പോൾ ബിന്ദുവിനായിട്ട് ഭയങ്കര ഫ്രണ്ട്സായിട്ടും ക്ലോസ് ആയിട്ടും എല്ലാവരും ഇരുന്ന പോലെ തന്നെയാണ്. എല്ലാവരും നല്ല സ്നേഹത്തിലിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വരാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇത് കുറേ അതും ഇതും കൊണ്ട് വലിച്ചിടണ്ട, ഞങ്ങൾക്ക് വെള്ളം കുടിച്ച് 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 മതിയേക്കണം. അത് വേണ്ടാന്ന് എന്തായാലും പറയില്ല. ഇതൊരു ബെഡ്റൂം, ഇതും അതുപോലെ ഒരു അറ്റാച്ച്. ഇത് അറ്റാച്ച് ബാത്റൂം. എനിക്ക് എങ്ങനെയെങ്കിലും പോകണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോവും. അതാണ് ഞാൻ. നമുക്കിപ്പോൾ ഒരാൾ വരണം, വന്നിട്ട് തന്നെ നമ്മൾ പോകണം അവരെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫോൺ ചെയ്ത് വിളിച്ചെങ്കിലേ നമ്മളാണ് തിരിച്ച് വിളിക്കാൻ പാടുള്ളൂ എന്നൊന്ന്. ചിലവർക്കൊക്കെ അങ്ങനത്തെ ഒക്കെ ഓരോരോ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കങ്ങനെ ഞാൻ ഒരിക്കലും ഞാൻ കരുതല്ലേ. നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കണം, നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം. അതിനിപ്പോൾ ഒരാൾ വരണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പം ഞാൻ അതിന് ശീലിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് പോക്കും വരവൊക്കെ. ആരും പെട്ടെന്ന് പോവുക വരിക, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പോക്കും വരവൊക്കെ. ഇനി എന്താ, ഇനി ജ്യൂസൊന്നും വേണ്ട ബിന്ദു, ഫ്രൂട്ട്സ് മതി. ബിന്ദുവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതാ റാക്ക്, ഇതൊക്കെ സെൽഫുകൾ, ഇതൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. പണിക്കാരും ഉണ്ട് അവിടെ പുറത്ത്, ഇന്ന് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ഇങ്ങനെയൊക്കെ തന്നെ എടുക്കുക അടുക്കള. ഇതാണ് രസം ബിന്ദു, വൃത്തിയാക്കിയിട്ടുണ്ടെക്കായാലും കാണാൻ ചൊറുക്കി ഇങ്ങനെ കച്ചൊക്കെ ചെയ്യുന്നത്. ബിന്ദുവിനിപ്പോൾ എന്തൊക്കെയാണ് തരണ്ടിന്നാണ്. ഇപ്പോൾ കുറേ ഫ്രൂട്ട്സും അതും ഇതൊക്കെ കൂടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു വീട്ടിൽ പോയാൽ നമ്മൾ തിന്നണതും കുടിക്കണതും അല്ല വലുത്. നമുക്ക് സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പോകുക വരിക വിളിക്കുക, ഇതൊക്കെയാണ് വേണ്ടിയത്. ഞാനതാണ് പഠിച്ചിട്ടുള്ളത്. മധുരം മധുരം കൊടുത്തു. അതന്നെ പണിക്കാരങ്ങനെ തന്നെ അല്ലേ. ചിലർ വിചാരിക്കും ഇപ്പോൾ ബിന്ദു നമ്മൾ ദേവാലയം വന്നപ്പോഴുള്ള ഒരു പരിചയമാണെന്ന്. അതല്ല കേട്ടാ. രവിയേട്ടൻ ഊട്ടിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ, ഊട്ടിയിലുണ്ടാകുമ്പോഴത്തേനെ ബിന്ദുവിനെ കല്യാണം കഴിച്ച് കൊടുന്നപ്പോഴത്തേനെ ക്വാർട്ടേഴ്സ്ക്ക് വന്നത് ഞങ്ങളെ അടുത്തേക്കാണ്. അപ്പം തൊട്ടുള്ള ഒരു സ്നേഹവും ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വരുമ്പോൾ തന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ, നല്ല ചെറിയ കന്ന്, ഇതെന്ത് കായാണ്, എന്താണിത്? കുഞ്ഞി കന്നില്ലേ. അപ്പത്തിന് ഇതാ ബിന്ദുവിൻ്റെ അയൽവാസികളൊക്കെ പുറത്തിറങ്ങിയിരിക്കണു നായി കൊരക്കണത് കേട്ടപ്പോൾ. അതിൽ മലയാളീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ബിന്ദു. എല്ലാവരും നല്ല സ്നേഹമാണ്, നല്ല എല്ലാ വീട്ടിലും ആളുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ എല്ലാവരും വർത്താനം പറഞ്ഞ് അപ്പോൾ വന്നു, ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർത്താനം പറഞ്ഞ്
അവൾക്ക് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടാ. അവൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് നിന്ന് പായസിൻ്റെ കുട്ടീനെ കാണാൻ വിളിച്ചുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടേ നിന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് മേട്ടുപ്പാളായി എത്തിയപ്പോഴാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് തന്നെ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഓള് പ്രതീക്ഷിച്ചിട്ടില്ല വരില്ല ഇക്കാരം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നിന്നേക്കണേ നമ്മൾ പോകുന്ന ഇക്കാരം. ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വഴിയിൽ പോകുമ്പോൾ കാണുന്നതല്ലേ, അപ്പോൾ നമ്മളൊന്ന് കയറിയിട്ട് പോകാനുള്ള എന്തെങ്കിലും അങ്ങനെ വന്ന് ഇങ്ങോട്ട് കയറിയതാണ്. എനിക്കങ്ങനെ പോകണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്കങ്ങനെ വിചാരിച്ചുമ്പോൾ നമ്മൾ പോയെങ്കിലേ പോവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയാലും വരലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവൾ ഇന്ന് പോകണ്ട നാളെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഭയങ്കര സങ്കടത്തിലാണ് വന്ന് കണ്ടപ്പോൾ തന്നെ. പിന്നെ ചിരിക്കുകയാണെങ്കിലും സങ്കടത്തിൽ തന്നെ ചിരിക്കുള്ളൂ. കുറച്ച് നേരം നിന്നാൽ പിന്നെ അവിടെ കരച്ചിൽ തന്നെ ഈ കരന്നാൽ തന്നെ കരഞ്ഞേക്കണു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പോകുമെന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് ദേവാലയ വീട്ടിൽ കണ്ട് എത്തണ്ടേ. ഐസിന് ഇതാ നല്ല മടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. മേലെ കണ്ട് വെട്ടുപാളയം കഴിഞ്ഞ് ബർലിയാർ കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായി. ഇപ്പം നമ്മൾ ഊട്ടി എത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.